പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് രാവിലെ എഴുന്നേൽക്കുന്ന ഷുഗർ, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം കൂടുതലാണ്, ബാക്കി എല്ലാം നോർമലാണ്. എൻ്റെ അടുത്ത് മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പകൽ സമയത്ത് ഭക്ഷണം കഴിച്ച ശേഷം ഷുഗർ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, HbA1cയും കൺട്രോൾഡാണ്, നിയന്ത്രണത്തിലാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഷുഗർ 140, 150, ചിലപ്പോൾ 180 വരെ കാണുന്നുണ്ട്. രാത്രി ഒന്നും കഴിക്കാതെ കിടന്നതാണെങ്കിൽ പോലും ഇങ്ങനെയാണ്. ഈ ഷുഗർ എവിടെ നിന്നാണ് വരുന്നത്? ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? ഈ ഒരു ഷുഗർ പ്രശ്നക്കാരനാണോ? ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കിയാലേ ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാവുള്ളൂ. അതായത് നമ്മുടെ ശരീരം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഫാക്ടറി ആണെന്ന് കരുതുക. നമ്മൾ ഉറങ്ങുന്ന സമയത്തും അത് നിർത്താതെ പ്രവർത്തിക്കുന്നുണ്ട്. ഹൃദയം ഇടിക്കുന്നുണ്ട്, ശ്വാസം നടക്കുന്നുണ്ട്, ഹോർമോണുകൾ അവിടെ പുറത്തു വരുന്നുണ്ട്, കരൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, തലച്ചോറ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഉറക്കത്തിലാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജം ആവശ്യമാണ്. ആ ഊർജ്ജം നൽകാനാണ് ശരീരം രാത്രിയിലും ഗ്ലൂക്കോസ് ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമാണ് ശരീരത്തിന് പഞ്ചസാര ലഭിക്കുന്നതെന്ന് നമ്മൾ കരുതിയാൽ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കരള് ഒരു വലിയൊരു ഗോഡൌണാണ്. അവിടെ ഗ്ലൈക്കജൻ എന്നുള്ള സാധനം അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഗ്ലൂക്കോസ് സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ളപ്പോൾ കരൾ അത് വീണ്ടും രക്തത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല ദിവസങ്ങളും ഭക്ഷണം കിട്ടാത്ത സാഹചര്യത്തിലും മനുഷ്യൻ ഉടനെ മരിക്കാത്തതിന്റെ കാരണം അതാണ്. ശരീരത്തിന് സ്വന്തമായിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഈ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറും. രാവിലെ ഷുഗർ കൂടുന്നതിന്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ കരളിന്റെ പ്രവർത്തനമാണ്. പ്രത്യേകിച്ചും പുലർച്ചെ 4 മണിക്കും 8 മണിക്കും വരെയൊക്കെ ശരീരത്തിൽ ചില ഹോർമോണുകൾ പ്രവർത്തിക്കും. കോർട്ടിസോൾ, ഗ്രോത്ത് ഹോർമോൺ, അഡ്രിനാലിൻ, ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ ചില ഹോർമോണുകൾ ശരീരത്തിൽ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഉണരാനായിട്ട് പോവുകയാണ്, ശരീരത്തിന് ഊർജം വേണം. അപ്പോൾ അതുകൊണ്ട് കരള് കൂടുതൽ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് വിടും. ആരോഗ്യമുള്ള ഒരാളിൽ ഇൻസുലിൻ അത് നിയന്ത്രിച്ച് നിർത്തും. അതായത് ഇൻസുലിൻ ഇറങ്ങുകയും അത് 100-ന് താഴെ നിർത്തുകയും ചെയ്യും. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-ന്റെ താഴെ നിർത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 100-ന്റെയും 126-ന്റെ ഇടയ്ക്കാണെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ്, 126-ന്റെ മുകളിലാണെങ്കിൽ ഡയബറ്റിക് ആയി. ഇതിനെ നമ്മൾ ഡോൺ ഫിനോമിന എന്ന് വിളിക്കും. അതായത് രാത്രി കാലങ്ങളിൽ നമ്മൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും രാവിലെ ആവുന്ന സമയത്ത് ഈ കോർട്ടിസോളും ഈ അഡ്രിനാലിനും ഗ്രോത്ത് ഹോർമോണൊക്കെ എന്ത് പറയും ലിവറിനോട്, കുറച്ച് ഗ്ലൂക്കോസ് ഇറക്കൂ, അദ്ദേഹം ഉണരാനായിട്ട് പോവുകയാണെന്ന് പറയും. അപ്പം അദ്ദേഹം ഉണരുന്ന സമയത്ത് ഇത് കൂടി നിൽക്കും. പക്ഷെ ഇത് പ്രശ്നക്കാരനാണോ? ഇത് പ്രശ്നക്കാരനാണ്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒരു സൂചനയാണ്. ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്നതിന്റെ കാര്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അത് കാരണമാണ് പ്രമേഹം ഭാവിയിൽ ഉണ്ടാവുന്നത്, വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാവുന്നത്, ഫാറ്റി ലിവർ ഉണ്ടാവുന്നതും, കൊളസ്ട്രോൾ ഉണ്ടാവുന്നതും, ഹൃദ്രോഗങ്ങൾ ഉണ്ടാവുന്നതും, PCOD, PCOS പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും എല്ലാം ഒരൊറ്റ കാര്യത്തിലാണ് നിൽക്കുന്നത്, ഷുഗർ അമിതമായി ശരീരത്തിലുണ്ട്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നതിന്റെ ഒരു കാര്യം. ഭാവിയിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മളത് ഒരിക്കലും നമുക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കരുത്. കാരണം പാങ്ക്രിയാസ്